ഒടുവിൽ പവനായി ശവമായി. മുകേഷ്, ജയസൂര്യ, ഇടവേള ബാബു തുടങ്ങിയ 7 പേർക്കെതിരെ കേസ് കൊടുത്ത ചേച്ചിയുടെ അവസ്ഥ വളരെ ദയനീയമാണ്. അതായത് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ കിടന്ന് ഇന്റർവ്യൂ ആയിരുന്നു ചേച്ചി. എല്ലാ ചാനലുകളിലും കയറി ഇറങ്ങി ഇന്റർവ്യൂ, മുഖം കാണിച്ചില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ടർ ചാനൽ ഇരുന്നപ്പോൾ ഇറങ്ങിപ്പോയ ചേച്ചിയാണ്. ഇപ്പോ ഞാനിനി ഒന്നിനുമില്ല. എന്താണ്? ഞാനത് പറയാൻ വന്നതായിരുന്നു. അതായത് തുടക്കത്തിൽ തന്നെ അത് പറയാമെന്നാണ് വിചാരിച്ചത്. ധന്യ അവസാനം പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതായത് റിപ്പോർട്ടർ ചാനലിൽ ഒരു ചർച്ചയ്ക്കിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുഖം എന്തുകൊണ്ടാണ് കാണിക്കാത്തത്, അത് അങ്ങനെ കാണിക്കാൻ നിയമമില്ല, അതിജീവിതയുടെ മുഖം അങ്ങനെ കാണിക്കരുത് എന്നാണ് നിയമം എന്ന് അരുൺകുമാർ പറഞ്ഞപ്പോൾ, എങ്കിൽ ഞാൻ ഈ ചർച്ചയ്ക്കില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന തരത്തിലുള്ള ആളുകൾ ഉള്ള നാടാണിത് എന്ന് ആദ്യം പ്രേക്ഷകർ മനസ്സിലാക്കുക. അതിജീവിതക്കെതിരായിക്കൊണ്ട് അത് കോടതിയിലാണ്. ആ കോടതിയിലെ കാര്യങ്ങളിലേക്കൊന്നും നമുക്ക് ഇടപെടേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ വിഷയം വന്നത് ആലുവ സ്വദേശിയായിട്ടുള്ള സിനിമാ നടി എന്ന് പറയപ്പെടുന്ന 2-3 സിനിമകളിലൊക്കെ അഭിനയിച്ച, കുറച്ച് ആഡുകളിലും അതുപോലെ തന്നെ ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിച്ച ഒരു നടി തുടർച്ചയായി ഒരു പീഡന പരാതി ഉന്നയിക്കുന്നു. അതിന് പിന്നാലെ വേറൊരു പീഡന പരാതി ഉന്നയിക്കുന്നു. പിന്നെ 7ഓളം പേർക്കെതിരെ പീഡന പരാതി കൊടുക്കുന്നു. അതിനുശേഷം ഇവർ കേരളത്തിലെ പ്രധാനപ്പെട്ട 2 മന്ത്രിമാർക്കെതിരെ, മന്ത്രിമാർ പീഡിപ്പിച്ചു എന്ന് ഇപ്പം അടുത്ത് ഞാൻ പുറത്തുവിടും, ഞങ്ങളതിൻ്റെ നീക്കത്തിലാണ്, ഞങ്ങളെല്ലാവരും അതിൻ്റെ പരിപാടിയിലാണുള്ളത്, അതിപ്പം ഞങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നു. അതിനുശേഷം കേരളത്തിലെ UDF LDF MLA-മാരായിട്ടുള്ള 17 പേർക്കെതിരെ ഇവർ ആരോപണം ഉന്നയിക്കുന്നു. അതായത് ബലാത്സംഗ ആരോപണം ഉന്നയിക്കുന്നു. അതും പുറത്തുവിടുമെന്ന് പറയുന്നു. പക്ഷേ ആ പേരൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നു, മുകേഷ് MLA-ക്കെതിരെയുള്ള പീഡന പരാതിയിൽ എറണാകുളം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി, ആ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ വന്ന സമയത്ത് ഈ പറയുന്ന അതിജീവിതയുടെ ജാമ്യാപേക്ഷയെ എതിർത്ത അഭിഭാഷകനോട്, പ്രോസിക്യൂഷനോട് കോടതി ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. പീഡിപ്പിച്ച ഒരാൾക്ക് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് പീഡിപ്പിച്ചതിന് ശേഷം ആ പീഡിപ്പിച്ച ആളുമായിട്ട് വളരെയധികം സൗഹൃദം തുടരുകയും അയാളോട് 25,000 മുതൽ 1 ലക്ഷം രൂപ വരെ കടം ചോദിക്കുകയും ഉമ്മ സ്ഥിരമായിട്ട് സ്മൈലി അയച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് പൊടുന്നനെ ഈ ഒരു റിപ്പോർട്ടിൻ്റെ പുറത്ത് ചില പീഡനാരോപണങ്ങൾ പൊന്തി വന്ന് അത് ഫേമസ് ആകുന്നു കണ്ടപ്പോൾ ഇദ്ദേഹത്തിനെതിരെ പീഡനാരോപണങ്ങൾ ഉന്നയിക്കുന്നു. പണം ചോദിച്ചിട്ട് കൊടുക്കാത്തത് കൊണ്ടാണ് ഇത്തരം ആരോപണങ്ങൾ വരുന്നത് എന്ന മുകേഷിൻ്റെ വാദം ഗൗരവത്തിലെടുക്കേണ്ടിയിരിക്കുന്നു എന്നാണ് കോടതി പറഞ്ഞത്. ഇതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇടവേള ബാബുവിനും ഒക്കെ ജാമ്യവും കൊടുത്തു. ഈ പറയുന്ന ജയസൂര്യക്കെതിരായിക്കൊണ്ട്, ഈ പറയുന്ന ഇടവേള ബാബുവിനെതിരായിക്കൊണ്ടൊക്കെ നടന്ന അലിഗേഷൻസുകളിൽ പലതും തെറ്റാണ്, അല്ലെങ്കിൽ അതൊരു നമ്മളെ ഒരു നേട്ടത്തിന് വേണ്ടി, ഒന്നുകിൽ പല ആവശ്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നേട്ടത്തിന് വേണ്ടി ഇത്തരം കേസുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. ആളുകളുടെ ശ്രദ്ധയിലേക്ക് വരാൻ, തന്നെ ഒന്ന് ശ്രദ്ധിക്കപ്പെടാനുള്ള ചില അടവുകളായിട്ട് വരുന്ന ആളുകളുണ്ട്. ഇതുകൊണ്ട് യഥാർത്ഥം സംഭവിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പേരാരും അറിഞ്ഞില്ല. ആളുകൾ ഇപ്പോഴും ഹേമ കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഇവരെയൊക്കെയാണ് വിശ്വസിക്കുന്നത്. ഇതൊന്നും അല്ല ഹേമ കമ്മിറ്റിയിൽ ആ പ്രധാനപ്പെട്ട പേജ് വിവരങ്ങൾ ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല. അതാദ്യം എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ ചേച്ചി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? ചേച്ചി എന്ന് വിളിച്ചതിൽ ഞാൻ അങ്ങനെയല്ല, ഞാൻ ബഹുമാനത്തോടെയാണ് ചേച്ചി എന്ന് വിളിച്ചത്. അതിജീവിത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എൻ്റെ പേരിൽ ഒരു പോക്സോ ആരോപണം ഉണ്ടായിരുന്നു, ഞാനൊരു പെൺകുട്ടിയെ കൊണ്ടുപോയി കൂട്ടിക്കൊടുത്തു എന്നതാണ് ആരോപണം. ആ പെൺകുട്ടി എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു, എന്നെ ചതിച്ചു, അടുത്ത ബന്ധുവാണ്, എന്നെ ചതിച്ചു ആ കുട്ടി എന്നൊക്കെയാണ് പറഞ്ഞത്. ഈ കേസിനകത്ത് സർക്കാർ കൃത്യമായി അന്വേഷണം നടത്തി ഞാൻ പ്രതിയാണോ അല്ലെങ്കിൽ ഞാൻ കുറ്റവാളിയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നില്ല, സർക്കാർ ഒത്തുകളിക്കുന്നു എന്നൊക്കെയാണ് ഇവരുടെ ആരോപണം. ഏകപക്ഷീയമായി തീരുമാനം എടുക്കുന്നു എന്നൊക്കെയാണ് ആരോപണം. അതുകൊണ്ട് ഞാൻ പോക്സോ കേസിലെ പ്രതിയാണ് എന്നുള്ള കുറ്റബോധവും ഭാരവും താങ്ങി ഞാൻ നടക്കേണ്ടതെന്നാണ് ഇവരുടെ ചോദ്യം. യഥാർത്ഥത്തിൽ പോലീസിന് ചില നടപടിക്രമങ്ങളുണ്ട്. ആ ഒരു പരാതി ഉന്നയിച്ച് DGPക്കും CM-നും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വരെ പരാതി നൽകിയിട്ടുണ്ട്. അതെ, അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വരെ, നരേന്ദ്രമോദിക്ക് വരെ പരാതി നൽകിയിട്ടും ഇതിലൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ, അതായത് നരേന്ദ്രമോദി എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ ഓഫീസിലേക്ക് വരുന്ന ഏത് പരാതിയും പരിഹരിച്ച് അത് അന്വേഷിച്ച് ഒരു നടപടി എടുക്കാനുള്ള ഒരു വിങ്ങിനെ അവിടെ കൃത്യമായി ഏർപ്പാടാക്കിയ ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രധാനമന്ത്രി. എന്നിട്ടും ഇവർക്കൊരു പരാതിയിലോ നടപടി ഉണ്ടായില്ലെങ്കിൽ അവർ സ്വയം ഒന്ന്
ചിന്തിക്കേണ്ട ഒരു സമയത്താണുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം കേരള പോലീസ് ആയിക്കോട്ടെ, ഏത് പോലീസ് ആയിക്കോട്ടെ, ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ കേസിനകത്ത് ഒരു അന്വേഷണം റിപ്പോർട്ട് സമർപ്പിക്കുക, അതിൻ്റെ അന്വേഷണം നടത്തുക എന്നൊക്കെയുണ്ട്. ഈ കേസുകളുമായി ബന്ധപ്പെട്ട എല്ലാം ഒരു അന്വേഷണ സംഘത്തെയാണ് സർക്കാർ ഈ കേസുകളെല്ലാം ഏൽപ്പിച്ചിട്ടുള്ളത്. ആ അന്വേഷണ സംഘത്തിന് എല്ലാവരുടെയും പേരിലുള്ള കേസുകൾ അന്വേഷിക്കുകയും മൊഴിയെടുക്കുകയും വേണം. അതിൻ്റെ കൂടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും കൂടെ അന്വേഷണ സംഘത്തിന് കൈമാറുകയും ആ ഹേമ കമ്മിറ്റിയിലെ ആളുകളുടെ പേരിലുള്ള അലിഗേഷനുകൾ, അതായത് ഏതൊക്കെ ആളുകളുടെ പേരിലാണോ അലിഗേഷൻസ് ഉള്ളത് അവരെ കൂടി പ്രതി ചേർത്തുകൊണ്ട് കേസെടുക്കാൻ പറ്റുമോ എന്ന് പറയുകയും അതിനെപ്പറ്റി അന്വേഷിക്കാനും കൂടെയുള്ള ഉത്തരവാദിത്വം കൂടി ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ അന്വേഷണ സംഘത്തിന് ഈ കേസെല്ലാം അന്വേഷിച്ച് വരുമ്പോഴത്തേക്ക് സമയം പിടിക്കും. ഇവർ പറയുന്നത് പോലെ ഇവരുടെ ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട് ഇവർ കൊടുത്ത പോക്സോ കേസും അന്വേഷിക്കുന്നത് ഈ സംഘമാണ്. ഈ സംഘത്തിന് ഇതൊക്കെ അന്വേഷിച്ചതിന് ശേഷമാണ് ഈ കേസ് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ കഴിയുകയുള്ളൂ. ഇവർ പറയുന്നു ഇന്നയാളുകളൊക്കെ എന്നെ പീഡിപ്പിച്ചു, കോടതി അത് വലിച്ചു കീറുന്നു. കോടതി അത് വലിച്ചു കീറിയപ്പോൾ ഇവർക്ക് ഇനി ഞാൻ കേസ് പിൻവലിക്കുമെന്നുള്ള ഭീഷണിയാണ്. അല്ല, ഇവർ കേസ് പിൻവലിച്ച സർക്കാരിന് എന്താ? ഇവർ കേസ് പിൻവലിച്ച ജനങ്ങൾക്ക് എന്താ? ഇവർ കേസ് പിൻവലിച്ച ഒന്നുമില്ല. കാരണം ഇവർ കേസ് കൊടുത്തിട്ടുണ്ട്, സർക്കാർ അത് അന്വേഷിച്ചിട്ടുണ്ട്, പോലീസ് കോടതിയിൽ കുറ്റപത്രം കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ശരിയല്ല എന്ന് കണ്ട് ഇവരെ കോടതി വെറുതെ വിട്ടാൽ, അതായത് ഈ പറയുന്ന ആളുകളെ കോടതി വെറുതെ വിട്ടാൽ ഇവർ കൂടുതൽ നാറും. ഇനി അത് ശരിയാണ് എന്ന് പറഞ്ഞാൽ ഇവരോടൊപ്പം ആളുകൾ നിൽക്കും. അത്ര മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇവർ പറഞ്ഞത് ശരിയാണ് എന്ന് തെളിയിക്കേണ്ടത്, സമൂഹത്തിന് മുമ്പിൽ തെളിയിക്കേണ്ടത് ഇവരുടെ ധാർമ്മികതയാണ്, ബാധ്യതയാണ്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഈ പറഞ്ഞ നടന്മാർ, ഇവരെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന നടന്മാർ, അവർ സമൂഹത്തിന് മുമ്പിൽ എത്രമാത്രം അപഹാസ്യരായി. യഥാർത്ഥത്തിൽ പീഡനം എന്താണ്, മറ്റു കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ വേർതിരിച്ചറിയാനുള്ള കഴിവൊക്കെ നമുക്ക് കൃത്യമായിട്ടുണ്ട്. അപ്പോൾ എന്തിൻ്റെയെങ്കിലുമൊക്കെ പേരിൽ പീഡനാരോപണം ഉന്നയിക്കുക, എന്നിട്ട് ആ പീഡന പരാതിയിൽ നിന്ന് മറ്റൊരു കേസിൻ്റെ പേര് പറഞ്ഞ് ഞാനിത് ആ പീഡന പരാതിയിൽ നിന്ന് പിന്മാറാൻ പോകുന്നു എന്ന് പറയുക. കാരണം ആ പീഡന പരാതി പൊട്ടും, പീഡന പരാതി നിലനിൽക്കില്ല. ജയസൂര്യക്കെതിരായിട്ടുള്ള മുകേഷിനെതിരായിട്ടുള്ള പീഡന പരാതി കോടതിയിലെത്തിയാൽ കോടതി വലിച്ചു കീറുമെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ ഇതെല്ലാം പിൻവലിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കേസിൽ നിന്ന് പിന്മാറാനുള്ള ഒരു തന്ത്രമാക്കിയിട്ട് ഈ കേസിനെ എടുക്കുക. ഇതല്ലേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരമപുച്ഛമാണ് തോന്നുന്നത്. അത് അതിജീവിതയോടല്ല, ഈ പറയുന്ന സിസ്റ്റങ്ങളോട്. അതെ, തീർച്ചയായിട്ടും അതിജീവിത ഇപ്പോൾ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, ഉഭയകക്ഷി സമ്മതപ്രകാരം അല്ലാതെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിൽ കൃത്യമായ അന്വേഷണം വേണം. അന്വേഷണം നടത്തുക തന്നെ വേണം. ഇപ്പോൾ അവർ തന്നെ പിന്മാറിയ സ്ഥിതിക്ക് ഇനി ഇതിൽ എന്താണ് നിലപാടുകൾ? നമ്മുടെ അന്വേഷണ സംഘത്തിനാണ് ഇതിപ്പോൾ പ്രശ്നമാവുന്നത്. കാരണം ഇപ്പോൾ അന്വേഷിക്കുകയും ചെയ്തു, പല നടന്മാർക്കെതിരെ കേസും എടുത്തു, ഇവർക്ക് പരാതിയില്ല എന്ന് പറഞ്ഞ് ഇവരെ പിന്മാറുകയും ചെയ്യുന്നു. അപ്പോൾ പിന്നെ പോലീസ് സംഘമാണ് ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ. ഇപ്പോൾ നേരത്തെ സിദ്ദിഖിൻ്റെ കാര്യത്തിൽ ഇരയോട് കോടതി ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഫേസ്ബുക്കിലിടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ട് എങ്കിൽ എന്തുകൊണ്ട് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി നിങ്ങൾ പരാതി കൊടുത്തില്ല? ആ താജ് ഹോട്ടലിൽ നിന്ന് നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിറങ്ങിയ സമയത്ത് തന്നെ നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നുവെങ്കിൽ അന്ന് തന്നെ അതിൽ കൃത്യമായ വൈദ്യപരിശോധനകളൊക്കെ നടത്തി അന്ന് തന്നെ സിദ്ദിഖിനെതിരായ കൃത്യമായ നടപടി സ്വീകരിക്കാൻ പോലീസിന് കഴിയില്ലായിരുന്നോ? എന്തുകൊണ്ട് അത്തരമൊരു നിലപാടിലേക്ക് നീങ്ങാൻ കഴിഞ്ഞില്ല? അപ്പോൾ ഞാൻ ഒരു അതിജീവിതയെയും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതല്ല. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ക്ഷമിക്കുക. അതായത് ഒരു പ്രശ്നം വരുമ്പോൾ അവരെ അതിലേക്ക് വലിച്ചിഴച്ച് ജനശ്രദ്ധ കിട്ടാനുള്ള ഒരു രീതി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ജയസൂര്യയുടെ വിഷയത്തിൽ ജയസൂര്യ ഏതോ സിനിമാ സെറ്റിൽ വെച്ച് കെട്ടിപ്പിടിച്ചു, ചുണ്ടിൽ ഉമ്മ വെച്ചു, അങ്ങനെ എന്തോ ആണ് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് അതിൽ ഏതാണ് കൃത്യമാണെന്ന് എനിക്ക് കെട്ടിപ്പിടിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം ഈ പറയുന്ന അതിജീവിത ജയസൂര്യയുമായി നല്ല സുഹൃത്ത് ബന്ധത്തിലായിരുന്നു. ഇവർ നടത്തുന്ന ചാരിറ്റികളിൽ ജയസൂര്യ പണം കൊടുക്കാറുണ്ടായിരുന്നു. ഈ ജയസൂര്യയുടെ ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ ഇവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഒരു സാഹചര്യം വന്നപ്പോൾ എന്തിനാണ് പെട്ടെന്ന് ഇത്തരത്തിൽ ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ട് എങ്കിൽ അന്ന് തന്നെ അവർക്ക് പറഞ്ഞുകൂടെ? അന്ന് പറയാൻ ധൈര്യം കാണിക്കാത്തവർ വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞിട്ട് എന്താണ് പ്രയോജനം? അതിലൊരു കാര്യമുണ്ട്, രസകരമാണത്. കാരണം ഇത്തരം കുറേ അലിഗേഷനുകൾ ഉയർന്നു വന്നപ്പോൾ ഈ പുള്ളിക്കാരത്തിയോടും ഏതോ ജേർണലിസ്റ്റ് എങ്ങാനും എന്തോ ചോദിച്ച സമയത്ത് എനിക്കും ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഞാൻ തുറന്നു പറയാൻ തയ്യാറല്ല എന്ന് പറയുന്നു.
അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പിന്നെയും നിർബന്ധിച്ചപ്പോൾ ഇങ്ങനെ തൊടുപുഴയിലെ ലൊക്കേഷൻ, ഇടുക്കിയിലെ ലൊക്കേഷൻ എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഏകദേശം ആ സമയത്ത് അവിടെ ഷൂട്ട് ചെയ്ത സിനിമ അന്വേഷിച്ച് പോയ സമയത്താണ്, ഇവർ അഭിനയിച്ച സിനിമയൊക്കെ അന്വേഷിച്ച് പോയ സമയത്താണ് ഈ ജയസൂര്യയുമായിട്ട് ഇത് കൂട്ടിച്ചേർക്കുന്നത്. അങ്ങനെ അങ്ങ് കൂട്ടിച്ചേർത്ത് അങ്ങ് പിന്നെ ഇറക്കി വിട്ടതാണത്. അപ്പോൾ ജയസൂര്യ കൃത്യമായി പറഞ്ഞു അത് അവിടെ അല്ല നടന്നത്, ആ സിനിമ ഷൂട്ടിംഗ് അവിടെ ആയിരുന്നില്ല എന്ന് അദ്ദേഹം പിന്നീട് പറഞ്ഞു. പക്ഷേ ജയസൂര്യയാണോ ഇത് എന്ന് ചോദിച്ചപ്പോൾ ഇവർ പറയുന്നത് ജയസൂര്യയെ പറ്റി ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, അദ്ദേഹമല്ല എന്ന് കൃത്യമായി പറയുകയാണ്. അദ്ദേഹമല്ല, അദ്ദേഹവുമായിട്ട് നല്ല സൗഹൃദത്തിലാണ് എന്ന് പറയുന്നു. പിന്നീട് ഒരു ദിവസം വന്നിട്ട് പറയുന്നു എൻ്റെ വീട്ടിൽ ഭയങ്കര പ്രയാസമാണ്, എനിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണമുണ്ട്, അത് ആരാണ് എന്ന് പറയാത്തത് കൊണ്ട് വലിയ വിഷമമുണ്ട്, അതുകൊണ്ട് അത് ജയസൂര്യ തന്നെയാണ് എന്ന് പറയുകയാണ്. ജയസൂര്യ തന്നെയാണ് എന്ന് പറഞ്ഞതിന് ശേഷം അവർ പറയുന്നുണ്ട് എന്ത് ജയസൂര്യ എനിക്ക് ചാരിറ്റി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ മെസ്സേജ് അയക്കുമ്പോൾ പൈസ തരാറുണ്ട്, ജയസൂര്യയെ ബന്ധപ്പെട്ട് നല്ല സൗഹൃദത്തിലാണ് പോകുന്നത്, നല്ല ബന്ധം ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്, അദ്ദേഹം ഒരു നല്ല നടനാണ് എന്നുള്ള നിലയിലൊക്കെ അവർ പറയുന്നുണ്ട്. എന്നിട്ട് ഒരു ദിവസം ജയസൂര്യയുടെ പേര് പറയേണ്ടി വരുന്നു. എന്നിട്ട് ആ ജയസൂര്യയുടെ പേര് പറയുന്നത് നിങ്ങൾ മാധ്യമങ്ങളാണ് എന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് എന്ന് പറയുന്നു. പിന്നീട് ഒരു സുപ്രഭാതത്തിൽ കേസിനും പോകുന്നു. എന്നാൽ ജയസൂര്യക്കെതിരെയുള്ള കേസ് എന്താണ്? ഒന്ന് ഹഗ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ജയസൂര്യയെ പീഡന വീരനാക്കി ഈ ജനങ്ങളുടെ മുമ്പിലേക്കെല്ലാം എടുത്തത്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആരോപണമാണ് ഈ ഹഗ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത്. അദ്ദേഹം സത്യത്തിൽ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് പോലും ഇപ്പൊ സംശയം വരുന്ന രീതിയിലേക്ക് ഈ പറയുന്ന അതിജീവിത എന്ന് പറയുന്ന വ്യക്തിയുടെ പിന്നാമ്പുറങ്ങൾ, അതായത് പിന്നാമ്പുറങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ അവരുടെ ബാക്ക്ഗ്രൗണ്ട്സ്, അവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും പുറത്തേക്ക് വരുമ്പോൾ നമ്മളൊക്കെ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള പല കാര്യങ്ങളുമാണ് ഉള്ളത് എന്ന് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും അന്വേഷണത്തിൽ ഇതൊക്കെ പുറത്തുവിട്ട ജയസൂര്യ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ കേസിന്റെ പുറകെ തന്നെ പോകും, ഇത് വിധി വരുന്നവരെ ഞാൻ ഇതിൽ പോരാടും, ഇനി ആർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവരുത് എന്ന് വളരെ കൃത്യമായി ജയസൂര്യ പറഞ്ഞിട്ടുണ്ട്. നിവിൻ പോളിക്ക് ശേഷം ജനങ്ങളുടെ മുമ്പിൽ വന്ന് കൃത്യമായി പറഞ്ഞത് ജയസൂര്യ മാത്രമാണ്. ജയസൂര്യക്ക് അതിൽ ഉറച്ച വിശ്വാസവും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പക്ഷേ പല കേസുകളും ഫാബ്രിക്കേറ്റഡ് കേസുകളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ അതിജീവിത കാര്യത്തിലല്ല പറഞ്ഞത്, സംശയമൊന്നുമില്ല. എന്തായാലും ചേച്ചി അല്ല, ഈ അതിജീവിത കേസ് പിൻവലിക്കുകയാണെങ്കിൽ അത് അവർക്ക് രക്ഷപ്പെടാനുള്ള മുന്നോട്ട് വന്ന് പിൻവലിക്കാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നുണ്ട്. ഇത് അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം മാത്രമാണ്.